സ്ഥാനമുള്ള അമ്പലങ്ങളെ കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളിൽപ്പെട്ട ഹൈന്ദവ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, നേരത്തെ മാസ്റ്റർ പറഞ്ഞതുപോലെ സ്വന്തം ഉമ്മയെപ്പോലെ മറ്റുള്ളവന്റെ ഉമ്മയും കാണണം. അപ്പോ ഓരോരുത്തരും നല്ല നിരക്ക് നല്ല ചിന്തയോടുകൂടെ വളർന്ന് നല്ല ഏകോദര സഹോദരന്മാരായി ജീവിക്കുമ്പോൾ നമ്മുടെ ദുനിയാവ് നശിക്കാതെ അള്ളാഹു അതിനെ സംരക്ഷിക്കുന്നു. അതല്ല എങ്കിൽ നേരത്തെ വളരെ പറഞ്ഞതുപോലെ നാം ചെയ്യുന്ന തെറ്റുകൊണ്ടാണ് ലോകം ഒട്ടുക്കും നശിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രാസിൽ വന്ന വെള്ളപ്പൊക്കം, തീരാത്ത വെള്ളപ്പൊക്കം വന്ന് എത്ര നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് തന്നെയാണല്ലോ, സമുദ്രത്തിലും കരയിലും കടലിലും മനുഷ്യകരങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഇവിടെ നാശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് മനുഷ്യന്റെ രൂപത്തിൽ കണ്ട് മനസ്സിലാക്കി ആ നിലക്ക് സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നവും ഒരു വിഷമവും ഉണ്ടാക്കുന്നത് റബ്ബുൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു ദുനിയാവിൽ ഒഴിപ്പെട്ടവർക്കും ഒഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹു എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചു. റസൂലുള്ളാഹിയെ പറ്റിയും അല്ലാഹു പ്രഖ്യാപിക്കുകയുണ്ടായി, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകമൊട്ടുക്കുള്ള ജനങ്ങൾക്ക് അനുഗ്രഹീതനായ പ്രവാചകൻ. ആ പ്രവാചകനെ ശത്രു സമൂഹം ആക്രമിച്ചപ്പോൾ അവിടെയുള്ള മലകളെ സംരക്ഷിക്കുന്ന ദേവദൂതന്മാർ മലായികത്തുകൾ വന്ന് ചോദിച്ചു, നബിയെ ആക്രമിച്ച ഈ ജനങ്ങളെ ഈ മല എടുത്തിട്ട് നശിപ്പിക്കട്ടെയോ പുന്നാര നബിയെ? റസൂലുള്ള പറഞ്ഞു, വേണ്ട, ഇന്നഹും ഖൗമുൻ ലാ യഅലമൂന അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി, അവർ വിവരമില്ലാത്തവരാണ്, അവർക്ക് അല്ലാഹുവേ നീ പൊറുക്കണമെന്നുള്ള പ്രഖ്യാപനമാണ് പിന്നാർ റസൂലുള്ള പ്രഖ്യാപിച്ചത്. അതിനാൽ നാം എന്ത് വേണം? നമ്മുടെ മക്കൾക്ക് നല്ലത് അവരോട് കൽപ്പിക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് പഠിപ്പിക്കുക. വിദ്യ കൊടത വിദ്യ കലിസത തന്തയു, ബുദ്ധി കൊടത ഗുരു, വിദ്യരಲು ಬಂದು ನೋಡದ ತಾಯಿಯು ಶುದ್ಧ ವೈರಿಗಳು സർവജ്ഞ കവി പഠിപ്പിച്ചതുപോലെ ഇതെല്ലാം പഴയ കാലത്ത് പുസ്തകങ്ങൾക്കുള്ള ഒരു ഭാഗത്ത് തസവുഫ് ആത്മസംസ്കരണത്തിന്റെ ഭാഗങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലേ? ഇപ്പൊ നീ എടുത്തെറിയുണ്ടോ നമുക്കറിയില്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വിദ്യ കലിസത തന്തയോ ബുദ്ധി കൊടുത്താകും. വിദ്യാഭ്യാസം പഠിപ്പിക്കുക, ഇഷ്ടംപോലെ പൈസയും മൊബൈൽ ഫോണും കൊടുക്കലല്ല, വിദ്യാഭ്യാസം പഠിപ്പിച്ചും കൊണ്ട് വലിയവരോട് എങ്ങനെ പെരുമാറണം, ചെറിയവരെ എങ്ങനെ ആദരിക്കണം, അധ്യാപകന്മാരോട് ഏത് രൂപത്തിൽ പെരുമാറണം, ഉസ്താദുമാരെ എങ്ങനെ ആദരിക്കണം എന്ന് മനസ്സിലാക്കിയും ജീവിക്കുമ്പോൾ അവൻ മനുഷ്യനായി വളരുന്നു. ഇപ്പൊ വിദ്യ കലിസത തന്തയോ ബുദ്ധി കൊടുത്താകുക. ഗുരുവാകുമ്പോൾ നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ ആ വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വിദ്യരലു പങ്ക് നോടതാത്തായി വീണാൽ തന്നെ ശ്രദ്ധിക്കാതെ ഉമ്മാക്ക് സ്നേഹമില്ലാണ്ടാവുന്ന ഒരു കാലം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവരാണ് ശുദ്ധവൈരികൾ. സർവജ്ഞ കവിയാ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. വാസ്തവത്തിൽ അത്തരം കവികൾ തസവ്വുഫുകളുടെ ഭാഗങ്ങൾ പഠിപ്പിച്ചും കൊണ്ട് ലോകത്തുള്ള ജനങ്ങൾക്ക് നന്മ ഉപദേശിച്ചവരാണ്. അതേപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, മല്ലം യർഹം സഗീറനാ വലം യുവക്കിർ കബീറനാ, വലിയവരെ മല്ലം യർഹം സഗീറനാ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, വലം യുവക്കിർ കബീറനാ, വലിയ